Hello guys, welcome to Akio Life. ഇന്ന് നിങ്ങൾ കാണുന്ന നമ്മുടെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് and we also have a new phone for you. It is Moto g73 5G സ്മാർട്ട്ഫോൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഫോൺ ഓർഡർ ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതൊരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണാണ്. മോട്ടോറോള എല്ലാ ഫോണുകളും ഫ്ലിപ്കാർട്ടിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഒരു സെക്യൂർ പാക്കേജിങ്ങിലാണ് ഇത് നമുക്ക് അയച്ചു തന്നത്. എന്ന് വെച്ചാൽ ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി ബോയ് ഈ ഫോൺ നമ്മളെ തുറന്ന് ചെക്ക് ചെയ്യിപ്പിക്കും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കുറേ സ്കാംസ് നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഫോൺ ഓർഡർ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഫോണിന് പകരം സോപ്പും അതല്ലാതെ ടൈൽസും അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് അവർ സെക്യൂർ പാക്കേജിങ്ങിൻ്റെ അകത്ത് നമ്മളെ കൊണ്ട് ഈ ഫോണിൻ്റെ പ്രസൻസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫോൺ ഗുഡ് കണ്ടീഷനിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത് വെരിഫൈ ചെയ്ത് ആണ് അവർ ഡെലിവർ ചെയ്യുന്നത്. അപ്പം ഇതെന്തായാലും എൻ്റെ അച്ഛനാണ് ഈ ഫോൺ റിസീവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ബോക്സ് ഒക്കെ ഒരു ഓപ്പൺ കണ്ടീഷനിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നത്. സോ ലെറ്റസ് ചെക്ക് ബോക്സിൻ്റെ അകത്ത് എന്തുവാണുള്ളതെന്ന്. അപ്പം ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബോക്സിൻ്റെ അകത്ത് ഫോണാണ്. ഫോൺ ഒരു സിലിക്കോൺ കേസിൻ്റെ കൂടെയാണ് വരുന്നത്. ഈ സിലിക്കോൺ കേസ് മോട്ടോറോളയിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു പ്ലാസ്റ്റിക് ബിൽട്ടാണ്. പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ എളുപ്പമൊന്നും മനസ്സിലാവില്ല. അതല്ലാതെ ഇവിടെ പുറകിൽ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറേൻ്റെ ഈ ഒരു സെറ്റപ്പ് കാണാം. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡേ ലൈറ്റിലൊക്കെ നല്ലതാണ്. മോട്ടോറോളയുടെ പുറകിൽ ഒരു ലോഗോ കാണാം. പിന്നെ എൻ്റെ ഫ്രെയിമും പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലാതെ വോളിയം ബ്രോക്കേഴ്സും എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾ ഓവർ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിലും ചീപ്പായിട്ട് തോന്നുന്നില്ല. നല്ലൊരു ക്വാളിറ്റിയാണ് ഓൾ ഓവർ ഇത് തോന്നുന്നത്. നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഈ ഗാർഡ് പീൽ ഓഫ് ചെയ്യാം. എന്നിട്ട് ഫോൺ ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള സെൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്, ആക്സിലോമീറ്റർ, പ്രോക്സിമിറ്റി, കമ്പസ്, അങ്ങനെ മെയിനായിട്ട് വേണ്ടിയ സെൻസേഴ്സൊക്കെ ഈ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മീൻവൈൽ ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഉള്ള ബാക്കി കണ്ടൻറ്റ്സ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ബോക്സിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കുറേ പേപ്പർ വർക്കും മാനുവലും അങ്ങനെ കുറേ കാര്യങ്ങളാണുള്ളത്. അപ്പം ഇതൊന്നും ആരും വായിക്കാറില്ല. അപ്പം നമുക്ക് എടുത്ത് ഇതിനെ സൈഡിലിടാം. വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു സിം ഇജക്ടർ ടൂളും പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ഇത് വളരെ ആവശ്യമുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ടൈപ്പ് സിൻ്റെ ഒരു അഡോപ്റ്ററാണ്. 30 വാട്ട്സിൻ്റെ ഒരു അഡോപ്റ്ററാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. BIS ഒക്കെ ഉള്ള ഒരു അഡോപ്റ്ററാണ്. സോ ഹിയർ യു ക്യാൻ സീ വളരെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോറോള ഈ ഫോണിൻ്റെ കൂടെ ഈ തന്നേക്കുന്ന ഈ കേബിൾ, USB കേബിൾ ഒരു ടൈപ്പ് C to C കേബിളാണ്. അപ്പം അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 128 GB ഒരു ഇൻറ്റർണൽ സ്റ്റോറേജാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അതല്ല 256 GB ഒരു വേരിയൻറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട്. രണ്ടിലും RAM 8 GB തന്നെയാണ് കൊടുത്തേക്കുന്നത്. വെറാസ് ഇതിൻ്റെ അകത്ത് SD കാർഡിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു SD കാർഡ് ഇട്ട് ഇതിൻ്റെ അകത്തെ മെമ്മറി ഇനിയും എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. ബട്ട് ഐ തിങ്ക് 128 GB is sufficient for your daily usage. Hello Moto. So ഇത് ഒരു
5G smartphone ആണ്, and this comes under the rate of 19,000 only. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുറേ നല്ല ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലൂസിഡ് സിൽവർ കളർ. അപ്പം ഇത് കാണാൻ നല്ല രസമാണ്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് 50 മെഗാപിക്സൽ ക്യാമറ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയി സംസാരിക്കാം. ആൻഡ് വെൻ വി അൺലോക്ക് ദ ഫോൺ, ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ കൂടെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ കാര്യം ആയിരുന്നു കുറച്ചുകൂടെ കൺസേണിങ്. കാരണം ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് ഷവോമി ഒക്കെ ഒരു ആമോലെഡ് സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് തന്നെ മോട്ടറോള ഒരു IPS LCD ഡിസ്പ്ലേ ഉണ്ടാണ് വന്നേക്കുന്നത്. എന്നാലും 120 Hz ഉള്ളതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആ ഒരു സ്മൂത്ത്നെസ് മൊത്തത്തിൽ ഒരു UI നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കാണുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു ആമോലെഡ് ഡിസ്പ്ലേ ഇല്ലാത്തതിൻ്റെ ഒരു കുറവായിട്ട് തോന്നത്തില്ല. ക്വാളിറ്റി ഓഫ് ദ ഡിസ്പ്ലേ ഈസ് ഫെയർലി ഗുഡ്. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഡിസ്പ്ലേ മിക്കവാറും ഉള്ള ആൾക്കാർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. കാരണം ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ അതുകൊണ്ട് എൻഹാൻസ് ആകും. ഓൾസോ ടു മെൻഷൻ നമ്മുടെ 3.5 mm ജാക്ക്, ആ ഒരു മ്യൂസിക് ജാക്ക് ഇപ്പോഴും ഈ ഫോണിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മ്യൂസിക് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഈ വയേർഡ് ഇയർഫോൺസും കൊണ്ട് കിട്ടുന്ന ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് വയർലെസ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം 3.5 mm ജാക്ക് ഈസ് സ്റ്റിൽ പ്രസൻറ്റ് ഓൺ ദിസ് ഫോൺ. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ലിഥിയം പോളിമർ ബാറ്ററിയാണ്. 5000 mAh ഒരു ബാറ്ററി. ആൻഡ് നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ തന്നെ ഒരു 30 വാട്ടിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോണിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്. എന്നാൽ തന്നെ നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന 1080p റെസൊല്യൂഷനാണ്. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ദിസ് മൈറ്റ് ബി സംതിങ് ദാറ്റ് യു ഷുഡ് നോ. എൻ്റെ സിം കാർഡ് സ്ലോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഒരു മൈക്രോ ഹൈബ്രിഡ് സിം കാർഡ് സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 സിം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മൈക്രോ SD കാർഡോ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് ലേറ്റസ്റ്റ് Android 13 ആണുള്ളത്. അതല്ലാതെ മോട്ടറോളയുടെ ഒരു ബ്ലോട്ട്വെയർ ഫ്രീ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ വേണ്ടാത്ത ആപ്സുകളൊന്നും നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ അകത്ത് കാണാൻ സാധിക്കില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അൺനെസസറി ആഡ്സോ അതല്ലെങ്കിൽ ബ്ലോട്ട്വെയർസ് ഒന്നും കാണാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ വെയ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 181 ഗ്രാമിൻ്റെ ഒരു വെയ്റ്റ് ആണ്. അത് ഒരു ഏത് നോർമൽ ഫോണിൻ്റെ ഒരു വെയ്റ്റിൻ്റെ പോലെ തന്നെയാണ് എൻ്റെ വെയ്റ്റും. ഇതിൻ്റെ അകത്ത് ഉള്ള ഈ ഒരു പ്രോസസ്സറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ MediaTek Dimensity 930 ചിപ്സെറ്റ്. ഒരു 6 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയേക്കുന്ന ചിപ്സെറ്റാണ്. ഒക്ടാകോർ പ്രോസസ്സറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ലൊരു ചിപ്സെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫോണിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി തന്നെ. കാരണം ഈ ഒരു പ്രൊസസ്സർ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കും. അതുകൊണ്ട് തന്നെ അതല്ലാതെ ഈ ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള കാരണം തന്നെ ഈ ഫോൺ കൂടുതലും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ഒന്നും വരുന്നില്ല. You can see no bloatwares. Stock experience. Best part is speakers live ഉള്ള അതല്ല സെക്കൻഡറി ക്യാൻസലേഷൻ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. The fingerprint scanner is inbuilt in this part. അത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല. പിന്നെ വോളിയം റോക്കേഴ്സ് ആവുന്നത്. ആൻഡ് ദിസ് ഈസ് ദ 2 മെഗാപിക്സൽ ഷൂട്ടർ. വളരെ നല്ലൊരു ഫോണാണ്. ഐ ലവ് ദ ഫോൺ. സോ ദിസ് വാസ് എ വെരി ക്വിക്ക് വീഡിയോ ഗൈസ്.
നമ്മൾ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ യു കെൻ എക്സ്പെക്ട് മോർ ഫ്രീക്വൻറ്റ് വീഡിയോസ്. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇനിയും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വയറീസ് ഓർ എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വോണ്ട് ടു ആസ്ക്, നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോയി ക്വസ്റ്റ്യൻസ് DM ചെയ്യാവുന്നതാണ്. You can follow me on the Akio Life on Instagram, and that's all. Thank you so much. Keep living the Akio Life. आप लोग खरीद लो, मोटो है, बढ़िया सेट में, 1 नंबर क्वालिटी है. देखो चमक लो, चक्का चमक लो. अच्छा मलयालम में बोलो. अड़ी उड़ी फोना. दोबारा बोलना. अड़ी उड़ी फोड़ा. നിങ്ങളെല്ലാരും അക്കിയോ ലൈഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദുബാര ഫ്രണ്ട്സ്, നമ്മൾ എൻ്റെ ഓഫീസിലേക്ക് കൊളീഗിനെ കൊണ്ട് മലയാളം പറയിപ്പിക്കാൻ പോവാണ്. സോ സോനു ജി, ആർ യു റെഡി ടു സ്പീക്ക് ഇൻ മലയാളം? Okay. എല്ലാരും അക്കിയോ ലൈഫ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.